സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ പ്രതിഷേധത്തിൽ ഉപരാഷ്ട്രപതിയെ പരിഹസിച്ച രാഹുലിനെ വിമർശിച്ച് ബിജെപി. ഇരുസഭകളിലും ബിജെപി എംപിമാർ നോട്ടീസ് നൽകി. ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരും. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബില്ലും ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ബില്ലുകൾ ഏതൊക്കെയാണ്? രോഹിണി, ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ, അതോടൊപ്പം തന്നെ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ, ഇതെല്ലാം ഇന്ന് സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശൈത്യകാല സമ്മേളനം ഇനിയും ശേഷിക്കുന്നത് ഇന്നുകൂടി കൂട്ടിയാൽ 3 ദിവസം മാത്രമാണ്. മാത്രമല്ല, ഇത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഏതാണ്ട് സമ്പൂർണമായ അവസാന പാർലമെന്റ് സമ്മേളനമാണ്. അതിനാൽ ഈ നിർണായക ബില്ലുകൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പാസ്സാക്കിയേ മതിയാകൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ബില്ലുകൾ ഇന്ന് തന്നെ സഭയിൽ വയ്ക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഈ എംപിമാരെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഇന്നലെ വരെ സസ്പെൻഡ് ചെയ്തത് 141 പ്രതിപക്ഷ എംപിമാരെയാണ്. ഇവരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇന്നും പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിനിടയിൽ രാഹുലിനെതിരെ വിമർശനവുമായി ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ അടങ്ങുന്ന ഒരു വിഭാഗം പ്രതിപക്ഷ എംപിമാർ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻഖറെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയിരുന്നു. ജഗദീപ് ധൻഖറെ അനുകരിക്കുന്ന രീതിയിൽ ആംഗ്യഭാഷയിലും മറ്റും മോശം രീതിയിൽ അദ്ദേഹത്തെ അനുകരിച്ച കല്യാൺ ബാനർജി എന്ന തൃണമൂൽ എംപിയെ രാഹുൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടായത്. ഇതിനെ വിമർശിച്ചാണ് ബിജെപി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇരുസഭകളിലും ഈ വിഷയം ഉന്നയിച്ച് ബിജെപി എംപിമാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.